ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് MS Excelലെ ഫിൽ ഹാൻഡിലിനെ കുറിച്ചാണ്. നമുക്ക് MS Excel ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഫിൽ ഹാൻഡിൽ എന്താണെന്ന്. കാരണം നമ്മുടെ ഡേറ്റ എൻട്രി വളരെ വേഗതയിലാക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ടെക്നിക്സാണ്. ആ ടെക്നിക്സിലൂടെ നമുക്ക് വളരെ വേഗതയിൽ നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ ടെക്നിക്സിനോടൊപ്പം തന്നെ കമാൻഡും MS Excelനകത്ത് അവൈലബിൾ ആണ്. ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഡേറ്റ എൻട്രി വേഗതയിലാക്കാൻ സഹായിക്കുന്ന കമാൻഡും നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. ഫിൽ ഹാൻഡിൽ വഴി നമുക്ക് സീരിയൽ നമ്പറുകൾ വളരെ ഫാസ്റ്റായിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടെസ്റ്റുകളെ നമുക്ക് എൻട്രി ചെയ്യാം. ടെസ്റ്റും നമ്പറുകളും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡേറ്റുകളും നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് ഉണ്ടാവും, മന്ത് ഉണ്ടാവും, അതേപോലെ തന്നെ ഇയർ ഉണ്ടാവും. അത് ഓരോ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് മാത്രം നമ്മൾക്ക് എൻട്രി ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഫിൽ ഹാൻഡിൽ അല്ലെങ്കിൽ ഫിൽ എന്ന് പറയുന്ന കമാൻഡ്. ഫിൽ ഹാൻഡിൽ മൗസ് വെച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ ഫിൽ എന്ന് പറയുന്ന കമാൻഡിൻ്റെ സഹായത്തിൽ നമുക്ക് സഹായിക്കുന്നതാണ്. അത് നമുക്ക് എഡിറ്റ് മെനുവിനകത്താണ് നമുക്ക് ഫിൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് കാണുന്നുണ്ട്. അതിനകത്ത് തന്നെ സബ് മെനു വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾ ബാറിൽ പുതിയ വെർഷൻ MS Excel ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെനുവിനകത്തൊന്നും പോകണ്ട. നമ്മുടെ ടൂൾ ബാറിനകത്ത് തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൂൾ ബാറിൻ്റെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫില്ലിന് വേണ്ടി തന്നെ ഒരു കമാൻഡ് ലഭ്യമാണ്. പല ടൈപ്പിലുള്ള ഫിൽ കമാൻഡ് അവിടെ കിട്ടുന്നുണ്ടെന്നാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മറക്കരുത്, സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഡൗട്ട്സുകളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മറുപടി തരുന്നതായിരിക്കും. സുഹൃത്തുക്കളോട് പ്രത്യേകം പറയണം എൻ്റെ വീഡിയോ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനം നമ്മൾക്ക് MS Excelൻ്റെ പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണ ഫിൽ ഹാൻഡിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്ലസ് സിമ്പലാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ ബോട്ടമിലെ റൈറ്റ് സൈഡ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ഉണ്ട്. മൗസ് പോയിൻ്റർ അവിടോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അത് വീണ്ടും ഒരു പുതിയ പ്ലസ് സിമ്പൽ അവിടെ ലഭ്യമാകുന്നുണ്ട്. അത് ഈ പിടിച്ച് താഴോട്ട് വലിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ഫിൽ ഹാൻഡിലിൻ്റെ പ്രവർത്തനമാകുന്നത്. ആ താഴോട്ട് വലിക്കപ്പെടുന്ന പ്രവർത്തനത്തിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡ്രാഗ് ചെയ്യുക എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രാഗും ഉണ്ട്, ഡ്രോപ്പും ഉണ്ട്. രണ്ടാണ്. ഡ്രാഗ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്തുള്ള ഇൻഫർമേഷൻ താഴേക്ക് പകർത്തുന്നതിനെയാണ് ഡ്രാഗ് ചെയ്യുന്നത്. മറിച്ച് അത് മൂവ് ചെയ്യുന്നതിനെയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡ്രോപ്പ് ചെയ്യാൻ മൗസ് പോയിൻ്റർ അവിടോട്ട് സെല്ലിനകത്തോട്ട് വെക്കുമ്പോൾ നമുക്കൊരു കൈപ്പത്തി സിമ്പൽ അവിടെ വരുന്നുണ്ട്. കൈപ്പത്തി സിമ്പലിലേക്ക് വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണോ അത് മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് കോപ്പി പേസ്റ്റ് ഈ 3 പ്രവർത്തനം തന്നെ നമുക്ക് മൗസിലൂടെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് MS Excel എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോകാം. MS Excelൽ എനിക്കിപ്പോൾ എൻ്റർ ചെയ്യേണ്ട ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ 1, 2, 3 വരെയുള്ള നമ്പറുകൾ നമുക്കിഷ്ടമുള്ള എവിടെ വരെയാണോ വേണ്ടുന്നത് അവിടെ വരെ നമ്മൾ താഴോട്ട് വലിച്ചാൽ മാത്രം മതിയാവും. ഇപ്പോൾ 10 വരെയാണെന്നുണ്ടെങ്കിൽ 10 സെല്ല് വരെ താഴേക്ക് വലിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ഇൻസർട്ട് ചെയ്യണം കമ്പൽസറി. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സീരീസ് ക്രിയേറ്റ് ആവത്തുള്ളൂ. താഴോട്ട് വലിക്കുക. അതേ അവസരത്തിൽ ആദ്യത്തെ ഒരു നമ്പർ മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് താഴോട്ട് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, എത്രയാണോ സ്റ്റാർട്ടിംഗ് നമ്പർ അതിനോടൊപ്പം നെക്സ്റ്റ് നമ്പറൂടെ മെൻഷൻ ചെയ്താൽ മാത്രം നമ്മൾക്ക് പ്രവർത്തിക്കത്തുള്ളൂ ഈ പറയുന്ന ഫിൽ ഹാൻഡിൽ. അതേസമയത്ത് നമുക്കൊരു ഡേറ്റ് ആണ് ഇൻസർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡേറ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ തന്നെ താഴോട്ട് വലിച്ചാൽ മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് തുടങ്ങുന്ന ഡേറ്റ് ഏതാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ഡ്രാഗ് ചെയ്യുമ്പം ഡേറ്റ് മാത്രം ചേഞ്ച് ചെയ്യുന്നു. മന്ത് ചേഞ്ച് ആവുന്നുണ്ടാവത്തില്ല. മന്ത് ചേഞ്ച് ആവുന്നുണ്ട് ഓരോ മാസങ്ങളുടെ 30 കഴിയും അല്ലെങ്കിൽ 31 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത മന്ത് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഇയറും അങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ നമുക്ക് ഡേറ്റ് മാത്രം മാറിയിട്ടുള്ളൂ, മന്ത് മാറിയിട്ടില്ല. എന്നാൽ 30 കഴിഞ്ഞ സമയത്ത് നമ്മൾ താഴോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഡേറ്റ് മാറും, മന്തും അവിടെ ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻസർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ, ഇപ്പോൾ 2, 4 ആണ് വേണ്ടുന്നതുണ്ടെങ്കിൽ 2, 4 ടൈപ്പ് ചെയ്യുക, 2 ടൈപ്പ് ചെയ്യുക, 4 ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു തവണ ഒരു ഡേറ്റ് ഒരു സെല്ലിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എപ്പോഴും നമുക്ക് ഡേറ്റ് എന്ത് എൻട്രി ചെയ്താലും അത് ഡേറ്റ് ആയിട്ടേ നമ്മൾ MS Excelനകത്ത് കൺസിഡർ ചെയ്യത്തുള്ളൂ.
എനിക്ക് എൻ്റർ ചെയ്യേണ്ടത് 2ഉം 4ഉമാണ് എന്നുണ്ടെങ്കിൽ 2ഉം 4ഉം ടൈപ്പ് ചെയ്യുക, താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ കിട്ടും. അതേ അവസരത്തിൽ 1, 3 ആണെന്നുണ്ടെങ്കിൽ 1ഉം 3ഉം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം താഴേക്ക് വലിക്കുക. ഏത് നമ്പറാണോ വേണ്ടുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതേ അവസരത്തിൽ നമ്മളൊരു ടെസ്റ്റാണ് ഇൻസർട്ട് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിനോടൊപ്പം നമ്മളൊരു നമ്പറൂടെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 എന്നുള്ളത് എനിക്ക് പ്രോഡക്റ്റ് 1 പ്രോഡക്റ്റ് 2 എന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈസിയാണ്, നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന പ്രവർത്തനം തന്നെ നമുക്ക് കമാൻഡിൻ്റെ സഹായത്തിൽ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. അത് നേരെ എഡിറ്റ് മെനുവിൽ നിങ്ങൾ പോവുക, അവിടെ ഈ പറയുന്ന കമാൻഡ് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ടൂൾ ബാറിനകത്ത് നിങ്ങൾ നോക്കുക, ടൂൾ ബാറിനകത്ത് ഫില്ലിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് തന്നെ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഡൗൺ, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ് നമ്മുടെ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്തുള്ള ഇൻഫോർമേഷൻസ് ഏത് ഭാഗത്തേക്കാണോ ഫില്ല് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് കർസർ വെക്കുക. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിലാണ്, എനിക്കിത് റൈറ്റ് സൈഡിലേക്ക് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർസർ റൈറ്റ് സൈഡ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന ഒരു പ്രവർത്തനത്തിന് വലിയ റോളില്ല, നമുക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ആ ഇൻഫർമേഷൻ ക്രിയേറ്റ് ആക്കി തരുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം വരുന്ന മറ്റൊരു കമാൻഡ് എന്ന് പറഞ്ഞാൽ സീരീസാണ്. സീരീസിന് വളരെയധികം ഉപയോഗമുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മൾ നമ്പറുകൾ ഇൻസർട്ട് ചെയ്യുന്നതും ഡേറ്റ് ഇൻസർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എവിടെ മുതൽ എവിടെ വരെയാണോ ഫസ്റ്റ് നമ്പർ മാത്രം ഇൻസർട്ട് ചെയ്താൽ മതി. നമുക്ക് നേരത്തെ ഒരു ഫിൽ ഹാൻഡിലിനകത്തുള്ള ഒരു ഡ്രോബാക്ക്, നമുക്ക് ആദ്യത്തെ നമ്പറും തൊട്ടടുത്ത നമ്പറും ഇൻസർട്ട് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ആവുന്നുള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ മാത്രം ഇൻസർട്ട് ചെയ്യുക, ഇൻസർട്ട് ചെയ്തതിന് ശേഷം സീരീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്പറുകൾ എങ്ങനെയുള്ള നമ്പറുകളാണ് ക്രിയേറ്റ് ആക്കേണ്ടത്, അത് റോ ആണോ കോളമാണോ എന്ന് മെൻഷൻ ചെയ്യുക, എങ്ങോട്ടേക്കാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അതുപോലെ തന്നെ അത് ലീനിയർ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ 1, 2 നമ്പർ ആണെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ അതിന് സ്റ്റെപ്പ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എത്ര വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യുക. ഡിഫോൾട്ടിൽ അവിടെ 1 ആയിരിക്കും, നമുക്കിപ്പം 2 വെച്ചിട്ടാണെങ്കിൽ 2 വെച്ചിട്ട് നമ്മളിവിടെ പറയാം, അപ്പോൾ 1, 3, 5, 7 എന്നായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത് ആകുമ്പോഴത് മൾട്ടിപ്പിൾ ആയിരിക്കും വരുന്നത്. നമ്മുടെ നിലവിലെ സെല്ലിൻ്റെ വാല്യൂവിനോടൊപ്പം നമ്മളിവിടെ സ്റ്റെപ്പ് വാല്യൂവിൽ പറഞ്ഞിരിക്കുന്ന സെല്ലിൻ്റെ വാല്യൂ എത്രയാണോ, സെല്ലിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യേണ്ട വാല്യൂ എത്രയാണോ അത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് വരും. സ്റ്റോപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സെലക്ഷനകത്ത് തന്നെ നമ്മുടെ ഇൻഫർമേഷൻസിനെ എൻ്റർ ചെയ്ത് കഴിയണം. ഇപ്പോൾ സെലക്ഷൻ ഇപ്പോൾ ഒരു 10 സെല്ലാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എനിക്ക് 5 വരെ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് വാല്യൂ മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ സെല്ലുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ വരെ അത് ക്രിയേറ്റ് ആവത്തുള്ളൂ. താഴോട്ടുള്ളത് ക്രിയേറ്റ് ആവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സീരീസിനകത്ത്. അതേ അവസരത്തിൽ ഒരു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റിനകത്ത് ഡേ മാത്രമായിട്ട് നമുക്ക്, അതായത് ഡേറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് മാറ്റിത്തരാം. അതേപോലെ തന്നെ വീക്ക് ഡേ, അതായത് സാറ്റർഡേയും സൺഡേയും ഇൻസർട്ട് ആവത്തില്ല. മന്ത് ആണെങ്കിൽ മന്ത് മാത്രം ചേഞ്ച് ചെയ്ത് ഫില്ല് ചെയ്ത് തരും. ഇയർ ആണെങ്കിൽ ഇയർ മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നോക്കാം. അവിടെ വരെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അവിടെ വരെ അത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സീരീസിൽ പോവുക. സീരീസിൽ നിന്ന് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേ സെലക്ട് ചെയ്യുക. ഡേറ്റ് മാത്രമേ നമുക്കിവിടെ ഇൻസർട്ട് ചെയ്യത്തുള്ളൂ. അടുത്തത് വീക്ക് ഡേ ആണെങ്കിൽ നോക്കിയാൽ മതി, നമുക്ക് സാറ്റർഡേയും സൺഡേയും നമുക്ക് ഉള്ള ഡേറ്റ് അവിടെ ക്രിയേറ്റ് ആവത്തില്ല, ബാക്കിയുള്ളത് മാത്രം അവിടെ ക്രിയേറ്റ് ചെയ്താണ്. 29 കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് 2ഉം 3ഉമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാറ്റർഡേക്കും സൺഡേക്കും അത് അവർ വീക്കെൻഡ് ആയതുകൊണ്ട് അവരത് ഒഴിവാക്കിയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതേ അവസരത്തിൽ നമുക്ക് മന്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ മന്ത് മാത്രമായിട്ട് അവിടെ സെലക്ട് ചെയ്യുക. സീരീസിൽ നിന്നും മന്ത് മാത്രമേ നമുക്കത് ചേഞ്ച് ആവത്തുള്ളൂ. നോക്കിയാൽ മതി, സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതേ അവസരത്തിൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മളത് ഇയർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കറക്റ്റായിട്ട് വരും. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കമാൻഡ്. അതുകൂടാതെ 1-2 കമാൻഡ് ഉണ്ട്. ആ ഫില്ലിനകത്ത് തന്നെ വരുന്ന മറ്റൊരു കമാൻഡാണ് നമുക്ക് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കുറച്ച് വിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരു ക്രമമില്ലാതെ ഒരു സെൻറ്റൻസായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചോ.
ഇത് ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് ഈ ഇൻഫർമേഷൻസിനെ കോളത്തിലേക്ക് ആക്കി തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ല് ഉൾപ്പെടെ സെലക്ട് ചെയ്യുക, സീരീസിൽ പോവുക, സീരീസിൽ പോയിട്ട് ജസ്റ്റിഫൈ എന്ന് പറയുന്ന കമാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നമുക്കത് ഫില്ല് ചെയ്ത് തരും. അടുത്ത ഇപ്പോഴത്തെ പുതിയ MS Excel വെർഷനിൽ കാണപ്പെടുന്ന ഒരു കമാൻഡാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോളത്തിനകത്തൊക്കെ ഒരുപാട് ഡേറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റകൾ അടുത്ത കോളത്തിലേക്ക് കോപ്പി പേസ്റ്റിന് പകരം നമുക്ക് ഡ്രാഗ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഈ പറയുന്ന ഇൻഫർമേഷൻസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇൻഫർമേഷൻ അടുത്ത കോളത്തിലേക്കോ അല്ലെങ്കിൽ സെല്ലിലേക്കോ ക്രിയേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ നമ്മൾ ആ സെല്ല് എവിടെ മുതൽ എവിടെ വരെയാണോ വേണ്ടത് അത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. ഫില്ലിൽ നിന്ന് നമുക്ക് ഒരു സെല്ലിനകത്തുള്ളായിരുന്ന ഡേറ്റകൾ ഇവിടേക്ക് ഞാൻ കോപ്പിയെല്ലാം ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ബാക്കി വരുന്ന ഇൻഫർമേഷൻസ്, ഇത് ലാർജ് വോളിയം ഡേറ്റ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ കമാൻഡാണ്. നിങ്ങൾ ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ആവശ്യമായി വരും നിങ്ങളുടെ ജീവിതത്തിൽ. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു അവസരത്തിൽ ലാർജ് വോളിയം ഡേറ്റ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ വേണം, സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക്